ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മച്ചി ഇതേ രാവിലെ എണീറ്റിട്ടുണ്ട്. ഒരു 10 മണി 11 മണി ആയിട്ടോ ഇപ്പോൾ സമയം. നമ്മൾ എണീറ്റ് കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതെന്ത് വീഡിയോ ആണ് നമുക്ക് പറയുന്നതിന് മുന്നേ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചാച്ചായിയുടെ 5ാം ചരമവാർഷികത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കമൻറ്റ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചാച്ചൻ്റെ ഫോട്ടോ ഇട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കണ്ടപ്പോഴാണ് അതിൻ്റെ അകത്ത് ഫോട്ടോ വന്നിട്ടില്ല. എന്തായാലും ആ വീഡിയോയിൽ നിങ്ങൾക്ക് എനിക്ക് ചാച്ചൻ്റെ ഫോട്ടോ കാണിച്ചു തരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഏലിക്കുട്ടിയമ്മ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാണിക്കേ, ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ചാച്ചൻ്റെ സിംഗിൾ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടില്ല. ഇത് അമ്മച്ചിയുടെയും ചാച്ചൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ലാസ്റ്റ് ചാച്ചായ ഉണ്ടായിരുന്ന സമയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ കൊടുത്തൊരു ഗിഫ്റ്റാണ് ചാച്ചൻ്റെ അമ്മയുടെ ഒരു ഫ്രെയിം. അതുപോലെ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ലിജിമോളുണ്ടായിരുന്നു, പിന്നെ ഞാനുണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലിജിമോളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ലിജിമോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വർഷം 2019 എന്ന് പറയുന്ന വർഷം ഞങ്ങളെല്ലാം ആഘോഷിച്ചൊരു വർഷമാണ്. ഞങ്ങളങ്ങനെ ഈ ഓണമൊന്നും അങ്ങനെ ആഘോഷിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം എന്താണെന്നറിയില്ല, ഞങ്ങളെല്ലാം ആഘോഷിച്ചു. ഓണവും ക്രിസ്മസും അന്ന് എല്ലാം സെലിബ്രേറ്റ് ചെയ്തു. ഇവർ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ അത്രയധികം ആഘോഷിച്ചിട്ടില്ല, കേക്ക് മുറിക്കുമായിരുന്നു. പക്ഷേ ആ വർഷം മാത്രം എന്തോ ആഘോഷിച്ചു. പിറ്റേ വർഷം ആഘോഷിക്കാൻ പറ്റാൻ ചാച്ചനുണ്ടായില്ല. അപ്പോൾ എന്തായാലും ആ വർഷം ചാച്ചനെ നല്ല രീതിയിൽ നോക്കി ചാച്ചായിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഇതേ ഈ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നത്. ചാച്ചൻ്റെ സിംഗിൾ ചെയ്തിട്ടില്ല, ഫ്രെയിം ചെയ്തിട്ടില്ല. വേറെ ഒന്നല്ല, ഈ ഫോട്ടോ ഞാൻ മാറ്റിയാണ് വെക്കാറ്. ഞാൻ ഇങ്ങനെ റൂമിൻ്റെ അകത്ത് വെക്കില്ല, കാരണം എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എനിക്ക് തന്നെയല്ല, അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഹാളിലൊന്നും വെക്കാറില്ല. ഇപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അത് ആ ഫോട്ടോ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറ്റി വെക്കലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എന്തായിരുന്നു ചെയ്യുന്നതെന്ന് നമ്മൾ പറയാം. വീഡിയോ തലയിൽ തേക്കുന്ന ഒരു മരുന്നുണ്ടാക്കും. അതെ, തലയിൽ കുറച്ച് നാളായിട്ട് എൻ്റെ മുടിക്ക് കുറച്ച് ലെങ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അമ്മ എനിക്കൊരു മരുന്നുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. മുടി കൊഴിച്ചിലൊക്കെ അങ്ങ് പൂർണ്ണമായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ, നിങ്ങൾക്കിത് എന്തായാലും പ്രയോജനപ്പെടും. കുറച്ച് ടാസ്ക്കാണ് ഉണ്ടാക്കുന്നതൊക്കെ, കുറച്ച് സമയം എടുത്ത് വേണം, എങ്കിലും അടിപൊളിയാണ്. വലിയ പാടൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം മരുന്നുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. എന്നിട്ട് ശേഷം നമുക്കിവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസത്തെ ലാസ്റ്റ് വീഡിയോയാണ് നമ്മുടെ ഇത്. ഫെബ്രുവരി ഈ വർഷത്തെ അല്ല, ഈ വർഷം അത് വർഷമല്ലല്ലോ, അത് മാസമല്ല പുതിയ തുടങ്ങുന്നത്. ഈ മാസം ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു. വേണ്ട സാധനങ്ങൾ പഠിക്കാൻ പോവാണ്. ആദ്യം തുളസിയില പറിക്കാം. നമുക്കിവിടെ തുളസി പറിച്ചെടുക്കാം. ഞാനും പറിക്കണം. പിന്നെ പറിക്കണ്ടേ, ഇത് ഒത്തിരി വേണം. ഓക്കെ, നമുക്ക് നല്ല ഇല നോക്കി പറിച്ചെടുക്കാം കേട്ടോ. പൂവും പല വേണേ. പൂവും വേണോ? പൂ വേണ്ട, പൂവുണ്ടായാലും കുഴപ്പമില്ല. ഇപ്പം എല്ലാം പൂത്തു പോയി. അമ്മ ഇവിടെ പറിക്കുമ്പോൾ ഞാൻ അപ്പുറം പോയി പറിക്കാം കേട്ടോ. നമുക്കിവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടുന്ന് പറിക്കുമ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ ഇച്ചിരി അധികം ഉണ്ട്. ഇതേ ചേച്ചി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ചായ കുടിച്ചോണ്ട്. പറയണേ അന്നക്കുട്ടി ചേച്ചി മേളിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. അതെ, അന്നക്കുട്ടി ചേച്ചി മേളിൽ കിടന്ന് ആരോടെ വഴക്കിടും കേട്ടോ. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ. എനിക്ക് എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ പോകേണ്ടതുണ്ട്. അതിന് മുന്നേ ലോണിൻ്റെ കാര്യമൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ലോണിൻ്റെ കാര്യം വേഗം ശരിയാക്കണം.
അയ്യോ നിൻ്റെ അമ്മയുടെ എന്നൊക്കെ കിടന്ന് പറയുന്നത് കേട്ടോ എന്നെ കൂട്ടി ചേച്ചി. മതിയോ? എന്നാ എന്നാ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. കാര്യമൊക്കെ ഉണ്ടായിരുന്നു കുടിച്ചേച്ചി ഇടയ്ക്ക് അങ്ങനെയുള്ളതാട്ടോ. അപ്പോൾ അതേ 2 കറിവേപ്പില പോട്ടെ. കറിവേപ്പിലയും വേണം. പിന്നെ എന്നാമേ പനിക്കൂർക്കയില 2 വേണം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ടില്ലേ. ഇതാ ഞാൻ ആദ്യം കുറച്ച് പറിച്ച് വെച്ചായിരുന്നു, അതുകൊണ്ട് ഇട്ട് ചുരുണ്ടിരിക്കുവാണേരാ. അറിയില്ല, അത് നല്ല തയ്യല്ലേ. ഇത് കരിഞ്ഞു പോകാറായതാട്ടോ. വെള്ളം കൊണ്ടൊഴിച്ചായിരുന്നു ശരിയായി വന്നേനെ. അതെ, മീൻസേച്ചിയുടെയാണ്. പക്ഷെ അത് നല്ലതാണ് കേട്ടോ. അതപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയാൽ മതി. മിൻസി പോയെന്ന് തോന്നുന്നു. മീൻസേച്ചി പോയി. എന്തായാലും ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കാൻ നന്നായി വളർന്നോളൂ. നമുക്ക് തണ്ടൊടിച്ച് വെച്ചാലോ? ഈ മതിയാ വെയിലത്താ. സാരമില്ല, പുറകെ കൊണ്ട് വെച്ചാൽ മതി. പുറകെ കൊണ്ട് വെച്ചാൽ ശരിയാവില്ല, പിടിക്കില്ല. പനിക്കൂർക്കയും തുളസിയൊക്കെ നല്ല സ്ഥലത്ത് വേണം. മതിയോ? പോരാ. ദേ പനിക്കൂർക്കയിലേയും പറിച്ചിട്ടുണ്ട്. അതെടുത്തോ. ഇപ്പം എന്തൊക്കെയാണ് പറിച്ചേ? തുളസിയിലയും പനിക്കൂർക്കയിലയും. തുളസിയിലയും പനിക്കൂർക്കയിലയും പറിച്ച്. ഇനി നമുക്ക് അടുത്ത സാധനം സെറ്റാക്കാം. കറിവേപ്പില കാണിച്ച്. അപ്പം അതിങ്ങനെ പാത്രത്തിലെടുത്തിട്ടേക്കുവാണ്. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. 3 കൂട്ടം കഴുകിയെടുക്കണം. അതെ, വൃത്തിയായിട്ട് കഴുകി. അപ്പോൾ നമ്മുടെ മരുന്നിന് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനങ്ങൾ കറിവേപ്പില, പിന്നെ പനിക്കൂർക്കയില, പിന്നെയുള്ളത് നമ്മുടെ തുളസി. അങ്ങനെ 3 സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കട്ടെ. ഓക്കെ. ഇത് ഒരുമിച്ച് കഴുകിയെടുത്താൽ അതിനി എല്ലാം കൂടെ അമ്മതേ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം പൊടി കൂടുതലല്ലേ, മഴയില്ലാത്തോണ്ട് പൊടി കൂടുതലാക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിലേക്കകത്ത് മുഴുവൻ ചെളി ഉണ്ടാവും, പിന്നെ പുഴുക്കളുണ്ടാവും. പുഴുക്കളൊക്കെ നോക്കി പറിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഒരു പുഴു അവിടെ എവിടെയെങ്കിലൊക്കെ കാണുമല്ലോ. നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ. ഒന്ന് കഴുകിയതെയാ? പോരാ, 2 പ്രാവശ്യം 2-3 പ്രാവശ്യം. 2-3 പ്രാവശ്യം കഴുകണം. എന്ത് ഉലുവയ്ക്ക് വേറെ എണ്ണ എടുത്തേക്കുന്നത്? പിന്നെ എണ്ണ ഉണ്ടമ്മ? 2 കപ്പ് വെള്ളം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. നിറച്ച് 2 കപ്പ്. ഉലുവ ശരിക്കും വേണ്ടേ? ഇനി ഉലുവ ഇടണം അതിൻ്റെ അകത്ത്. ഓക്കെ. മുടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഉലുവ. അപ്പം തീ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇതേ വെള്ളം അങ്ങ് വെച്ചു. ഇനി എന്നാ ഇടുന്നത്? ചായപ്പൊടി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം വെച്ചു. ഇനി ചായപ്പൊടി ഇടാൻ മതി. തലമുടിക്ക് എന്ത് കിട്ടാൻ? കളർ കിട്ടാൻ. ഇട്ടോ. 1 സ്പൂണാണ്. ഒരുമാതിരി വലിയ സ്പൂണാണ്. 1 സ്പൂണ്. ഓക്കെ. ഇനി ഉലുവയാണ് അടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ്, വലിയ സ്പൂണായിരിക്കണം. ഇത് ശരിക്കും തിളയ്ക്കട്ടെ, എന്നിട്ടാണ് അത് ഇടാൻ പാടുള്ളൂ. അപ്പോൾ മെയിൻ സാധനമായിട്ടുള്ള 2 ഗ്ലാസ് വെള്ളം, അതുപോലെ 1 സ്പൂണ് ചായപ്പൊടി, 1 സ്പൂണ് ഉലുവ. ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട്. തീ കുറച്ചിട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് തിളച്ച് കണ്ടോ? നന്നായിട്ട് തിളച്ചു. തീ കുറച്ചിട്ടിട്ട് ഇനി ഇലയെല്ലാം ഇട്ടു. ഇനി പയ്യെ തീ കുറച്ചിട്ടിട്ട് ഇനി വേകട്ടെ. ശരിക്കും പിഴിഞ്ഞ് ഫ്ലെയിം കുറച്ചിട്ട് അതിൻ്റെ അകത്ത് ഇനി ഇതിട്ട് നന്നായിട്ട് വേകണം. വെന്ത് 1 ഗ്ലാസ് വെള്ളവും കഴിഞ്ഞ് 1/2 ഗ്ലാസ് വെള്ളമാണോ അല്ലേ?
നമ്മൾ 2 ഗ്ലാസ് വെള്ളം എടുത്തത് അതിൻ്റെ അകത്ത് കിടന്ന് വറ്റി ഇതെല്ലാം കൂടെ സെറ്റായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആവണം. 1/2 ഗ്ലാസും വേണ്ട അല്ലേ, നന്നായിട്ട് വറ്റി വന്നെ. അപ്പം എന്തായാലും തിളച്ച് സെറ്റായി വരട്ടെ. ഇതേ അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഇട്ടേരാമ. ഇതിൻ്റെ അകത്തത്തെ നീരും ഇതിൻ്റെ അകത്തത്തെ ഇതെല്ലാം കൂടെ ആ വെള്ളത്തിലേക്കാകും. നമുക്ക് ഒരിക്കലും ജലദോഷം പിടിക്കില്ല, കഫക്കെട്ടുണ്ടാവില്ല. ഇത് തല തേച്ചല്ലേ. എനിക്ക് പൊതുവെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, തലയിൽ എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ജലദോഷവും അതും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഈ മരുന്ന് തേച്ചാൽ പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. തലനീരിറങ്ങുക അല്ലെങ്കിൽ ജലദോഷം വരിക എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചായപ്പൊടിയൊക്കെ നല്ല. അപ്പം എന്തായാലും എല്ലാം കരുത്തിന് വേണ്ടി. അപ്പോൾ എന്തായാലും മരുന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാം. നല്ല വെയിലും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെയാണ്. കണ്ടില്ലേ, ഭയങ്കര വെയിലാണ്. എനിക്കപ്പോൾ പണിയൊക്കെ ഉണ്ട്, തുണിയലക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും അതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കി മരുന്നുണ്ടാക്കിയിട്ട് കാണാം അല്ലേ. ഓക്കെ, പൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ടിരുന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഇത് പിഴിഞ്ഞെടുക്കണം. അരിച്ചെടുക്കണം ഇത്. എന്തായാലും ഇതിരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ നമ്മുടെ സാധനം തണുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുക്കാൻ പോവാം. അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പറ്റി ഇങ്ങനെ പിഴിയണം അല്ലേ. അതിൻ്റെ നീരും അതിൻ്റെ സത്തൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അരിച്ചെടുക്കണം. അതിൻ്റെ ചായപ്പൊടിയുടെ ഉരുവടയൊക്കെ വരും. കൈ കൊണ്ട് പോയി കറക്കിവിട്. ഇങ്ങനെ കറക്കെടുക്കുക. ഇതോടെ വയ്ക്കണ്ടേ? ശരിയാ. പിഴിഞ്ഞെടുക്കട്ടെ. ഇതൊക്കെ നല്ല സത്തുള്ളതാണ്. ഈ ചെറിയ തുണിയുടെ കഷ്ണം കൂട്ടി തലയിൽ തേച്ച് പിടിക്കണം. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. അപ്പം അമ്മ എനിക്ക് തേച്ച് തരും, ഞാൻ കുളിക്കാനുള്ളതായതുകൊണ്ട്. അപ്പം അലക്കൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. തേച്ച് തരൂല്ലേ? ഓക്കേ. അപ്പോൾ നമ്മൾ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്, പിന്നെ മരുന്നും എടുത്തിട്ടുണ്ട്. എൻ്റെ തലയിലാണ് തേച്ച് തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മുടി ചീവണ്ടേ? നല്ല തുണിയാണ്, എൻ്റെ ചുരിദാറായിരുന്നു. നിങ്ങളിപ്പോഴല്ലേ എന്നെ കാണുന്നത്, ബാക്കി ഒന്ന് കണ്ടതല്ലേ. കണ്ടോ, എൻ്റെ മുടിയുടെ നീട്ടത് ഇത്രയായി കേട്ടോ. നേരത്തെ ഭയങ്കര ഊരുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഊരുന്നതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് മുട്ടയടിച്ചത്. പക്ഷേ എനിക്ക് പിന്നീടാണ് എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് D3 ഭയങ്കര ലോ ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ മുടി ഊരുന്നതും നന്നായിട്ട് വണ്ണം വെക്കുന്നതൊക്കെ അതുകൊണ്ടായിരുന്നു. അങ്ങനെ ടാബ്ലറ്റ് എടുത്ത ശേഷം മുടി ഒഴിച്ചിലൊക്കെ കുറഞ്ഞു. പിന്നെയും താരനുള്ളത് കൊണ്ട് ചെറുതായിട്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ മരുന്ന് കഴിച്ചു തുടങ്ങി ഭയങ്കരമായിട്ട് മാറ്റമുണ്ട് കേട്ടോ. കണ്ടോ, നേത്തി അടിക്കില്ല. നേത്തി തേച്ച് ഞാൻ കുളിച്ചിട്ട് ബാക്കി ഫുള്ള് മുടി നിങ്ങൾക്ക് കാണിച്ചു തരാം.
മുടിക്ക് നല്ലൊരു ഇതായിരിക്കും, നല്ല പശുവശിപ്പ്, നല്ലൊരു തലയ്ക്ക് തന്നെ ഒരു പ്രത്യേകത, ഒരു തണവുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പേടിച്ചായിരുന്നു ആദ്യമൊക്കെ തേച്ചോണ്ടിരുന്നത് എനിക്ക് തലനീര് ഇറങ്ങുമെന്ന്. പക്ഷെ നല്ല രീതിയിൽ തലമുടിയുടെ ഊരിലൊക്കെ കുറഞ്ഞു, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലതുപോലെ തേച്ചിട്ട് മസാജ് ചെയ്യണം. നല്ലൊരു തണവുള്ളതുകൊണ്ട് നല്ല സുഖം കേട്ടോ. എനിക്ക് പിന്നെ ബേബി ഹെയർ ഒക്കെ വരാൻ തുടങ്ങി. ഒരുപാട് സന്തോഷം കേട്ടോ. അതെ, ഒരുപാട് ബേബി ഹെയർ ഉണ്ട് കണ്ട. മുടി ഓട്ടിയൊക്കെ നന്നിട്ട് കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ തലയിലൊക്കെ അങ്ങ് മുടിയായി തുടങ്ങി. ഇനി വളർന്നു വന്നാൽ മതി. ചുമ്മാ ഇരിക്കുവോ പണിയല്ലല്ലോ, ചുമ്മാ ഇരിക്കുവാ. ഇരിക്കും. ഏത് കുട്ടി ചേച്ചിയാണ്? വാലും തുറന്നിട്ട് ചപ്പ പെണ്ണമ്മ ചേച്ചിയുടെ അനിയനുണ്ട് ഇവിടെ അല്ലേ? അനിയനുണ്ടോ? ഇനിയിപ്പോൾ ആ ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പോൾ അതെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് എൻ്റെ മുടിയുടെ നീട്ടവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒറ്റയടിക്ക് നീണ്ടതല്ല, ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇവിടെ വീട്ടിൽ വന്നു തുടങ്ങി 1 മാസത്തോളമായി ഞാനിത് ഉപയോഗിക്കുന്നു. അപ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. എന്തായാലും ഞാൻ വേഗം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ. അതെ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് കടയിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ എൻ്റെ മുടി ഇതേ ഉണങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് എൻ്റെ മുടി സെറ്റായി വരുന്നുണ്ട്. ഈ 1 മാസമായിട്ട് എൻ്റെ ഹെയർ ഫോൾ കുറഞ്ഞു, ഡാൻഡ്രഫ് കുറഞ്ഞു, അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടായി, പിന്നെ എൻ്റെ ബേബി ഹെയർ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നീട്ടായി എൻ്റെ മുടിക്ക്. നേരത്തെ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഇത് ഇത്രയും ഉണ്ടായിരുന്നുണ്ട് എനിക്ക് മുടി. പിന്നെ ഞാനിത് ഇങ്ങനെ ഈ 1 മാസം കൊണ്ടാണ് ഇത് ഇത്രയും ഉണ്ടായത്. അപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാകും മുടിക്ക്. ശരിക്കും നല്ലൊരു ഹെയർ പാക്ക് തന്നെയാണ് ഈ അമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയേ ചെയ്യരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.